എത്താൻ അല്പം വൈകിയെന്ന് തോന്നുന്നു അല്ലേ? ഇതാണ് ഹീറോ വോയിസ് എന്ന് പറഞ്ഞപ്പോഴേക്കും മീഡിയാസ് എല്ലാം വന്നിട്ട് ഫൈറ്റ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ സരികുമാരേട്ടൻ ഉദയനാണായിരുന്നിരിക്കില്ലേ? ഓക്കെ. ഋഷഭ് സാറാണെങ്കിൽ കുറച്ച് സ്പീഡിലാണ് സംസാരിച്ചത് ചില പോർഷൻസ്. അപ്പോൾ എനിക്ക് സ്പീഡാവുള്ളൂ. ഞങ്ങളെ കാണാൻ നിങ്ങൾ വന്നില്ലേ, അപ്പം നിങ്ങളെ കാണാൻ ഞങ്ങൾക്ക് വന്നൂടെ? എത്ര കഴിവുണ്ടായിട്ടും എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലുണ്ടല്ലോ നാട്ടുപട്ടിയാവില്ല. പുഷ്പ 2-ലൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. പ്രിൻസ് എന്ന് പറയുന്ന സിനിമയിൽ ശിവകാർത്തികേയനെ ഡബ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. യശോദയിൽ ഉണ്ണിമുകുന്ദനെ ഡബ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. ലേറ്റസ്റ്റ് ബാഡ്സ് ഓഫ് ബോളിവുഡിൽ അമീർ ഖാനെ ഡബ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. ദൈവികമായിട്ടുള്ള ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് പുള്ളി പോകില്ലേ, അപ്പോഴാണ് അലർച്ച ഉണ്ടാവുന്നത്. ഈ സാധനമൊക്കെ നമ്മളുടെ തന്നെയാണ്. അതൊക്കെ ഈ ഡബിങ് ആർട്ടിസ്റ്റുകളുടെ ഒരു സ്ട്രഗ്ലിംഗ് പരിപാടിയാണ്. ഇതൊക്കെ ആൾക്കാർക്ക് അറിയില്ല എങ്ങനെയാണ് ഇതിന്റെ പരിപാടി, എത്രത്തോളം പുറകിൽ നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ശബ്ദം പോകുന്നുണ്ട്. ഇവർക്ക് ഡബ് ചെയ്യാന്ന് പറഞ്ഞാണ്ടല്ലോ നിസ്സാര പരിപാടിയില്ല, ഭയങ്കര എഫർട്ടാ. അതും കോമഡി ഡബ് ചെയ്യാന്ന് പറഞ്ഞാൽ അഭിനയം എന്ന് പറഞ്ഞാൽ നായകനല്ല, നല്ലൊരു കഥാപാത്രം ചെയ്യുന്ന ഒടുക്കത്തെ ആഗ്രഹമാണ്. അപ്പോൾ സിനിമയാണ് ലക്ഷ്യം. ഞാനൊരു വലിയ ഇൻട്രോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കത്തി നിൽക്കുന്ന കാന്താരയിലെ ഋഷഭ് ഷെട്ടിക്ക് ശബ്ദം നൽകിയ ആളാണ് RJ സുരാജ്. താങ്ക് യു ചിത്ര, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട് ലൈഫൊക്കെ? ഒറ്റ ദിവസം കൊണ്ടങ്ങ് മാറി എന്നുള്ളതാണ്. അതായത് ഞാൻ നോക്കുമ്പോൾ സാധാരണ രീതിയിൽ നമുക്കൊരു ചിലപ്പോൾ എന്തെങ്കിലും ഒരു 3-4 മെൻഷനൊക്കെ വന്നിരുന്നിടത്ത് ഇപ്പോൾ 45-50 മെൻഷൻസ്, അതും ഒരു ഹാഫ് ഡേ കൊണ്ടുവരുന്നു. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും സ്റ്റോറികൾ കൊണ്ട് നിറയുന്നു. ദെൻ കോൾസുകൾ വരുന്നു, എല്ലാ കോൾസുകൾക്കും അറ്റൻഡ് ചെയ്യണം. അതുപോലെ എല്ലാ ഫേസ്ബുക്ക് മെസ്സേജുകൾക്കും റിപ്ലൈ അയക്കണം. എല്ലാ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് റീഷെയർ ചെയ്യണം. ഇങ്ങനെ ഒരു നിർബന്ധമുള്ള ആളാണ് ഞാൻ. ഇന്നൊന്നും ഞാൻ തുടങ്ങിയല്ലോ കേട്ടോ. ബർത്ത്ഡേസിനാണെങ്കിലും ഫേസ്ബുക്കിൽ ഇടുന്ന എല്ലാവർക്കും ഒരു ഹാർട്ടെങ്കിലും കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ഒരു സമയം നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുണ്ട്, സ്വപ്നം കാണുന്നുണ്ട് ഒരുപാട്. ലൈഫിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു വിജയിക്കും എന്നൊരു പ്രതീക്ഷയോട് മുന്നോട്ട് പോകുമായിരുന്നു. ഞാൻ 2019 തുടങ്ങിയിട്ട് ഈ സ്ഥിരമായിട്ട് ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ സിനിമകൾക്ക്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കാന്താര പോലൊരു സിനിമയിലേക്ക് സെലക്ഷൻ കിട്ടി, സിനിമ കഴിഞ്ഞ് ഹിറ്റായപ്പോഴാണ് എന്നെ ഇത് ആസ് എ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ആസ് എ ആങ്കർ, ആസ് എ RJ, ആസ് എ ആക്ടർ, എല്ലാവരും ഇതൊക്കെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഐ മീൻ എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും എൻ്റെ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സിനൊക്കെ അറിയാം. ബാക്കി അറിയാത്തവർക്ക് ഇപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ, എവിടെ ഇരുന്നു എന്ന് ചോദിക്കണേ. അപ്പോൾ ആക്ച്വലി ഇതൊരു സമയമാണ് ചിത്ര, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ എന്ന് പറയുന്ന പോലെ എൻ്റെ സമയം ഋഷഭ് സാറ് കാരണം ശരിയായി എന്നുള്ളതാണ്. കാന്താര ചാപ്റ്റർ 1. അതെ, ഓക്കെ. അപ്പൊ ഇനി ചാപ്റ്റർ 2 നമുക്ക് പ്രതീക്ഷിക്കാല്ലേ? അല്ല, ഉണ്ടല്ലോ, ലാസ്റ്റ് ഇപ്പൊ കാണിച്ചിട്ടുണ്ടല്ലോ. അതെനിക്ക് അറിഞ്ഞൂടാ. അത് എനിക്ക് ഒന്ന് ഋഷഭ് സാർ തീരുമാനിക്കണം. 2 നമ്മുടെ ഡബിംഗ് ഡയറക്ടേഴ്സ് അശ്വിൻ ഖനാൽ ആൻഡ് നിർമ്മൽ MR, അവരായിരുന്നു ഇതിന്റെ ഫുൾ ഡബിംഗ് ചെയ്തിരുന്ന പ്രോസസ്സ്. അവർ തീരുമാനിക്കണം. ഈ 3 പേര് വിചാരിച്ചാൽ നടക്കുമായിരിക്കാം. ഞാൻ ഐ ഹോപ്പ് സോ. ഓക്കെ, ഇപ്പൊ നമ്മള് ഇവിടെ കുറെ തവണ ഈ ഒരു സീറ്റിൽ ഇരുന്നതായിരുന്നു. അപ്പൊ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവിടെ വരും? ഭയങ്കര ആഗ്രഹമാണ് ചിത്ര. ആക്ച്വലി ഇതെന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഈ സീറ്റിലിരുന്ന് ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഇന്ദ്രൻ സേട്ടനെയും നമ്മുടെ മീനാക്ഷിയൊക്കെ ഇന്റർവ്യൂ ചെയ്തുള്ളൂ. അപ്പം ഞാൻ ഇനി നമ്മുടെ പണി അതാണല്ലോ. നമ്മള് പ്രധാനമായിട്ട് ഇന്റർവ്യൂവർ അല്ലെങ്കിൽ MC, ഹോസ്റ്റ്, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഇഷ്ടമുള്ള പരിപാടികൾ. അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നതിന് ഇപ്പുറത്തേക്ക് അങ്ങനെ ഇരിക്കാനായിട്ടുള്ള സാധിക്കുന്ന എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നായിരുന്നു പ്രാർത്ഥന. അത് പല കാര്യങ്ങളിലും. ഇപ്പോൾ റിയാലിറ്റി ഷോ ഹോസ്റ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു പ്രോസസ്സിന്റെ അവസാന ഘട്ടത്തിൽ വരെ പോയിട്ടുണ്ട്. അപ്പോഴും നമ്മളൊരു ചിലപ്പോൾ ഒരു സെലിബ്രിറ്റി ഇമേജ് കിട്ടിയേനെ, അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഡബിങ്ങിലാണെങ്കിലും ഡബിങ്ങിന്റെ പേരിൽ ഇങ്ങനെ ഇരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നായകനൊക്കെ ഡബ് ചെയ്യണം. ഇതിനുമുമ്പും ഈ പറഞ്ഞ പോലെ കുറച്ച് നായകന്മാർക്കൊക്കെ ശബ്ദം കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. പക്ഷെ ഇത്രത്തോളം ഒരു വലിയ പരിപാടിയിൽ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് ഡബിങ്ങിൽ കേട്ടോ. പക്ഷെ സ്റ്റേജിലും പിന്നെ സെലിബ്രിറ്റിയിലും നമ്മളുടെ 1 മില്യൺ റീൽസുകളും അല്ലെങ്കിൽ 1 മില്യൺ യൂട്യൂബിലൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ട്. ഇന്റർവ്യൂവിലൊക്കെ ആണെങ്കിലും കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പൊ എന്നോട് ചോദിക്കും, ചേട്ടൻ ഞാൻ പെട്ടിയോ കണ്ടുണ്ട്. അപ്പൊ ഞാൻ പറയും ഇങ്ങനെ സുരാജ് അനുപരി ഏതെങ്കിലും റീൽസിലായിരിക്കുള്ളൂ. എവിടെ വർക്ക് ചെയ്യുന്ന റെഡ് ഫാമിലി. അതുപോലെ ശബ്ദം കേൾക്കുമ്പോ ഞാൻ കേട്ടിട്ടുണ്ട് കാറിൽ. അപ്പൊ ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ RJs എന്ന് പറയുന്ന പണ്ട് ശബ്ദം മാത്രം ആയിരുന്നു, ഇപ്പൊ അങ്ങനെയല്ലോ. നമ്മള് ഇന്റർവ്യൂ ചെയ്യുന്നു, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും കൂടി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും കൂടെ നിന്നില്ലെങ്കിൽ, നാട് ഓടുമ്പോൾ നടുവ് ഓടിയില്ലെങ്കിൽ നമ്മളൊന്നും ആരും തിരിച്ചറിയില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ RJ ലൈഫ് തുടങ്ങിയ സമയത്തെ ഈ നമുക്കൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട്, അത് ഞാൻ കേട്ടായിരുന്നു. അതായത് ഇപ്പോ മാത്തുക്കുട്ടി, മിഥുൻ ചേട്ടൻ, അവരൊക്കെ ഇങ്ങനെ കത്തിരുന്നു ഫേസ്ബുക്കിലൊക്കെ കുറെ. അപ്പൊ അവിടെ എത്തണം എന്ന് ആഗ്രഹിച്ചു, ഇപ്പൊ ഏകദേശം അവിടെ എത്തി.
അപ്പൊ അവരൊക്കെ എന്തോ പറഞ്ഞായിരുന്നു? എനിക്കൊന്നും ഇപ്പോഴും ഇങ്ങനെ എത്തിയിട്ടില്ലേ. മാത്തു എന്നൊക്കെ പറഞ്ഞാൽ എത്ര വർഷമായിട്ട് ഇപ്പോ എത്ര പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തു, ഒരു സിനിമ ഡയറക്ട് ചെയ്തു, ഇപ്പൊ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അതുപോലെ അവരുടെ ഒരു കോംബോ കല്ലു മാത്തു എന്ന് പറയുന്നത് ജനഹൃദയങ്ങളിൽ ജീവിക്കുകയാണ്. അതുപോലെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടികൾ. നമ്മളൊന്നും അതിന്റെ അടുത്തെത്തിയിട്ടില്ല. പക്ഷെ ഒന്ന് അറിയപ്പെടുന്നു. മാത്തുവിന്റെ ഒക്കെ ഒരു നല്ലൊരു സമയത്ത്, അതായത് ഒരു റിയാലിറ്റി ഷോ ഹോസ്റ്റ് ഒക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് അവന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പരിപാടി കാണുമ്പോൾ നമ്മളും കൊതിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ആൾക്കാർ നമ്മളെ ഇന്റർവ്യൂ എടുക്കുമായിരിക്കും, സെൽഫി എടുക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ഈ RJ ആയിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കുറെ സെൽഫികളും ഫോട്ടോസിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇപ്പൊ ചിത്രയുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മഹാഭാഗ്യം. ഇതുപോലെ കുറെ ഇന്റർവ്യൂസ് കിട്ടുന്നു, എല്ലാവരും എന്റെ വിശേഷങ്ങൾ തിരക്കുന്നു. ഇപ്പൊ ഈ സ്ട്രഗ്ലിംഗ് പീരീഡിനെ കുറിച്ച് ചോദിക്കുന്നതൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു എന്തെങ്കിലും ഇതൊക്കെ ഏതെങ്കിലും ഒക്കെ ഒരു സമയത്ത് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ എഴുതാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമയത്ത് 2025 തന്നെ നടക്കുമെന്ന് വിചാരിച്ചില്ല. എത്തിയെന്നുള്ളതാണ്. അത് സമയം നേരെയായി. പക്ഷെ എന്താന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുമ്പോ അല്ലെങ്കിൽ എല്ലാവരും പറയുമ്പോ ഒരു കാര്യമുണ്ട് ഇതില്, രക്ഷപ്പെട്ടല്ലോ എന്ന്. പക്ഷെ അതിന്റെ പുറകിൽ എത്ര വർഷത്തെ കഷ്ടപ്പാടുണ്ടെന്ന് ആർക്കും അറിയില്ല. കാരണം ഞാനൊരു RJ ആണ്. ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലേ, ഇപ്പൊ സേതുചേട്ടനോടും പറയായിരുന്നു, ലൈക്ക് ജോലി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത്. അല്ലാതെ ഞാൻ നമ്മുടെ ഷൂട്ട് അറിയാലോ, ചിത്രക്കൊക്കെ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങളെല്ലാവരും. അപ്പൊ ഞാൻ ജോലി കഴിഞ്ഞിട്ടാണ് ഇതിൽ വരുന്നത്, ജോലി കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഞാൻ മെയിൻ ആയിട്ട് ഇത് ഫ്രീലാൻസ് ആയിട്ടുള്ള പരിപാടി, എനിക്ക് റെസ്റ്റ് എന്ന് പറയുന്നൊരു പരിപാടി ഇല്ല. അത് നമ്മുടെ എല്ലാവരും തെറ്റിദ്ധാരണ. നിങ്ങൾക്ക് ഇപ്പൊ RJ എന്ന് പറയുമ്പോൾ ഒരു 4 to 7 ആണ് നിങ്ങളുടെ പ്രോഗ്രാം. 4 to 5 ആണെങ്കിൽ ആ ടൈമിൽ അവൈലബിൾ ആയാൽ മതി, ബാക്കി ഫുൾ ഡേ ഫ്രീ ആണ്. തെറ്റാണ് സുഹൃത്തുക്കളെ. എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, നമുക്ക് ആക്ച്വലി നിങ്ങൾ ഈ പറയുന്ന പോലെ നമുക്കൊരു 8.5 മണിക്കൂർ ഡ്യൂട്ടിയാണ്. നമുക്ക് അതിൻ്റെ ഇടയിൽ ഈ RJing മാത്രമല്ല, നമ്മൾ പരസ്യങ്ങൾക്ക് ശബ്ദം കൊടുക്കണം, അതുപോലെ തന്നെ ഡിജിറ്റലിൽ ഷൂട്ടുകൾ ചെയ്യണം, പ്രൊമോസ് എഴുതണം, കോമഡി സ്പാർക്ലേഴ്സ് എഴുതി പ്രൊഡ്യൂസ് ചെയ്യണം. ഞങ്ങളുടെ ഏറ്റവും വരുമാനം എന്ന് പറഞ്ഞാൽ ആഡ്സ്, പരസ്യങ്ങളാണല്ലോ. അപ്പൊ പരസ്യങ്ങൾ ഞങ്ങളുടെ ശബ്ദത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഡിജിറ്റലിലാണെങ്കിലും നമുക്ക് നമ്മുടെ ഇന്റർവ്യൂസ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ, പ്രാങ്ക് കോൾ പറ്റിക്കൽ പരിപാടീസ്, അങ്ങനെ ഇതെല്ലാം ഈ നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽസ് എല്ലാം കൂടി കൂടിക്കലർന്നതാണ് ഒരു RJയുടെ ലൈഫ്. അല്ലെങ്കിൽ ഷോ മാത്രമല്ല, ഷോ ഇതിന്റെ ഒരു വലിയ ഭാഗമാണ് 50%, ബാക്കി 50% ഇതൊക്കെ കൂടിയാണ്. ഞാൻ തന്നെ ഇന്ന് എത്രയോ പരസ്യങ്ങൾക്ക് ശബ്ദം കൊടുത്തിട്ടാണ് വരുന്നത്. അത് വേറൊരു മോഡുലേഷൻ ആണ്. ഇങ്ങനെയല്ല സംസാരിക്കുക. പിന്നെ നമ്മൾ ഈ RJ ആകുമ്പോഴും ഇങ്ങനെയല്ല ഷോയില്. നമ്മൾ രണ്ടും സംസാരിക്കുമ്പോ ഇങ്ങനെയൊക്കെ പോവാ. ഇപ്പൊ നമ്മൾ സിനിമ ഡബ് ചെയ്യുന്ന സമയത്ത് അതിൽ അലർച്ചയായിരുന്നു എല്ലാവരുടെയും, അല്ലെങ്കിൽ അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ സിനിമയുടെ. അപ്പൊ അത് ആ ഒരു സമയത്ത് ആ സൗണ്ടിനൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ? അതായത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു, ഒന്ന് ക്ലിയർ ചെയ്യാം. ഒന്ന് നമ്മുടെ ഈ ഗുളികനായിട്ട്, അതായത് അദ്ദേഹം ബെർമ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ടാണല്ലോ ഋഷഭ് ഷെട്ടി സാർ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കഥാപാത്രം വിട്ടിട്ട് ദൈവികമായിട്ടുള്ള ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് പുള്ളി പോകില്ലേ, അപ്പോഴാണ് അലർച്ച ഉണ്ടാവുന്നത്. ആക്ച്വലി സ്പീക്കിംഗ് അത് പുള്ളിയുടെ വോയിസ് തന്നെയാണ്. എന്റെ അലർച്ച എവിടെയെന്നറിയോ, ഫൈറ്റ് സീനിൽ കണ്ട് പേടിക്കുമ്പോ, അല്ലെങ്കിൽ പേടിക്കും മീൻസ് ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ ഫൈറ്റ് സീനിൽ ക്ലോസ് എല്ലാവരും നിൽക്കുന്ന ഒരു സമയത്ത് നമ്മള് ഈ സാധനമൊക്കെ നമ്മളുടെ തന്നെയാണ്. അതെല്ലാം മറ്റേ ഗുളികൻ ആയിട്ട് അദ്ദേഹം കൺവേർട്ടഡ് ആയിട്ട്, ഐ മീൻ ഒന്ന് മാറിയിട്ട് പെർഫോം ചെയ്യൂലേ, അതൊക്കെ ഓൺ വോയിസ് ആണ്. അത് തുളു ലാംഗ്വേജ് ആണ്. നമ്മളത് ആക്ച്വലി ചെയ്യുമായിരുന്നെങ്കിൽ ട്രോളായിട്ട് ഞാനൊക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങിയാണ്. കാരണം അത്രമാത്രം ഇടയ്ക്ക് ഇത് ഞാനും കൂടെ ചെയ്യേണ്ടി വന്നില്ല, അത് മലയാളത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ചെയ്യേണ്ടി വരുമല്ലോ. പക്ഷെ മലയാളത്തിലേക്ക് ആക്കൂലിടും. ഫസ്റ്റിലും അങ്ങനെ തന്നെയായിരുന്നു. ഇത് കാന്താര ഏറ്റവും ആദ്യം ഇറങ്ങിയ സിനിമയിലും തുളു അങ്ങനെ തന്നെ വെച്ചിട്ട് ബാക്കിയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, ഭയങ്കര സ്പീഡിലാണ് പറയുന്നത്. ആ കന്നഡ ലാംഗ്വേജിൽ അത്, അല്ലെങ്കിൽ തുളു ലാംഗ്വേജിൽ അത് നമുക്ക് കിട്ടിയാലും അത് ഭയങ്കര പാടാ ചെയ്യാനായിട്ട്. ഇറ്റ്സ് ലൈക്ക് എത്തില്ല ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ആ ശബ്ദം തന്നെ ഇല്ലേ, അത് ആക്ച്വലി ഒരു മൃഗത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ പകയുടെ, പിന്നെ ഒരു സ്നേഹത്തിന്റെ, എല്ലാത്തിന്റെയും മുദ്രകൾ ഉൾപ്പെടുന്നതാണ് ആ ശബ്ദം. അത് ഉണ്ടാക്കാൻ വലിയ പാടായിരുന്നു. അത് സാറിന്റെ മാത്രം ശബ്ദമല്ല, കുറച്ച് മിക്സിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ്. ആ വീഡിയോ കണ്ടില്ലേ? അപ്പൊ അത്രമാത്രം പണിയെടുത്തിട്ടുണ്ട് അതിന്റെ ഒരു സൗണ്ട് ഡിസൈനറൊക്കെ. അപ്പൊ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് പോയിട്ട് ഈ കാറിച്ച ഉണ്ടാക്കാൻ നടക്കില്ല. ഞാൻ നോക്കി, നടന്നില്ല. നമ്മൾ ചുമ്മാ ട്രൈ ചെയ്യുമല്ലോ. അപ്പൊ ഇത് നടപടിയോ ഇല്ല. അത് മാത്രല്ല, എന്നോട് അത് ചെയ്യണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ പോർഷൻസ് മാത്രം ഒറിജിനൽ വെക്കുക, ബാക്കിയെല്ലാം ബെർമയായിട്ടുള്ള കഥാപാത്രത്തിന്റെ ഫുൾ പഞ്ച് ഡയലോഗുകളും എക്സ്പ്രഷൻസും അതുപോലെ ബ്രിത്ത് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അതിലൊന്നും നമ്മൾ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഈ പരിപാടി മാത്രം ദൈവമായിട്ട് ഭൂതക്കോലം കെട്ടി ആടുമ്പോ എല്ലാം
അദ്ദേഹത്തിന്റെ ശബ്ദം. ശബ്ദമാണ് വന്നത്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിലും എന്റെ പ്രകാശമേ അതിന്റെ ശബ്ദമാണ് മലയാളത്തിൽ. ഭയങ്കര അലർച്ച ഉണ്ടല്ലോ, ഇത് ദർശനം എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ നമ്മുടെ. ഈ സൗണ്ട് ക്രാക്ക് ഒക്കെ വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നറിയോ, ആദ്യം നമ്മൾ ഡയലോഗുകൾ മാത്രം എടുക്കും. അലർച്ചയല്ല, ഡയലോഗുകൾ മാത്രമൊക്കെ ഇല്ലേ, നമ്മൾ സംസാരിക്കുന്ന ഡയലോഗില്ലേ അതെടുക്കും. അതിനുശേഷം കുറച്ച് ഹൈ ഡയലോഗ് എടുക്കും. ഏറ്റവും അവസാനമാണ് അലർച്ച എടുക്കുന്നത്. ഫൈറ്റ് സീനൊക്കെ നമ്മൾ ലാസ്റ്റ് എടുക്കുക. കാരണം ഫൈറ്റ് സീനിൽ മറ്റേ എഫക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വരും അതിൽ. ഫൈറ്റ് സീനിൽ നമ്മൾ ഇടിക്കുന്നത് ഇടിക്കൊള്ളുന്നതൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളൊക്കെ വരും. അപ്പൊ തെറിച്ച് വീഴുന്നത്, എഴുന്നേറ്റ് വരുന്നത്, അപ്പൊ അതൊക്കെ നമുക്ക് ഇടും. പിന്നെ അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ ഇപ്പൊ പുലി വരുന്ന സീനിലൊക്കെ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ചെറിയ പരിപാടിയായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ സൂക്ഷിച്ചാണ്. മീറ്റർ കറക്റ്റ് അല്ലെങ്കിൽ കയ്യിൽ മീറ്റർ. അത് മലയാള സിനിമയല്ലല്ലോ, കന്നഡ സിനിമയാണ്. കന്നഡ സിനിമ മലയാളത്തിലേക്ക് വരുമ്പോൾ കന്നഡ ഡയലോഗ് പറഞ്ഞിരിക്കുന്നതിന് ഒരു ഓളമുണ്ട്, ഒരു പ്രാസമുണ്ട്. ഇപ്പൊ തമിഴിൽ തന്നെ നമ്മൾ സംസാരിക്കില്ലേ, ഇപ്പൊ എന്നടാ പണ്ടേ എന്നാ ഇങ്ങനെയൊക്കെ പറയില്ല. പക്ഷെ അതാ നമുക്ക് മലയാളത്തിൽ എന്താടാ ചെയ്യുന്നത്, എന്താ അങ്ങനെ പറഞ്ഞ ട്രോളായി. അത് ഞാൻ ചോദിക്കാൻ വരികയാണ്, ചില സിനിമകൾ നമുക്ക് കാണുമ്പോൾ ചോദിക്കില്ല, അയ്യോ എന്ത് നല്ല സിനിമ പഴയതായിരുന്നു അത്. അതില്ലേ പഴയ കാലഘട്ടത്തിലെ ഡബിങ് സിനിമകളുടെ ഒരു പ്രൊഫൈൽ അങ്ങനെ തന്നെ ആയിരുന്നു. അത് പാട്ട് വരെ മാറ്റും. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഇല്ലേ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നത്. കാരണം ഈ ട്രോളുകളെ നല്ല പേടിയുണ്ട്. അത് മാത്രമല്ല, ക്വാളിറ്റി ഉള്ള സിനിമകൾ മലയാളത്തിലേക്ക് പാട്ടുകൾ ഉൾപ്പെടെ മാറ്റാൻ പറ്റും തെളിയിച്ചിട്ടുണ്ട്. അതിന്റെ മെയിൻ ആളായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാർ. നമ്മുടെ കൂടെ ഇല്ല. സാറിന്റെ സിനിമകൾ എടുത്തു നോക്കുക, ബാഹുബലിയൊക്കെ എന്ത് ഭംഗിയായിട്ട് ഡയലോഗുകൾ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ സൂഫ്രംസോ സതീഷ് മുതുകുളം, അദ്ദേഹമാണ് അത് മൊത്തത്തിൽ ഡബിംഗ് ഡയറക്ടർ. അത് നമുക്കൊരു മലയാള സിനിമ കാണുന്ന പോലെ തന്നെയാ. ഭയങ്കര രസമാണ്. ഭയങ്കര നമ്മളിങ്ങനെ ഇതിൽ പറ്റി ഡബ് ചെയ്തിരിക്കുന്നത് അതാണ്. ഇല്ലേ, ഭയങ്കര ലോക്കലൊക്കെ ആയിട്ട് സംസാരിക്കുന്നു. അപ്പൊ അത് ഒരു ഡബിംഗ് ആർട്ടിസ്റ്റിന്റെ വിജയമാണ്. ഞങ്ങളെല്ലാവരും മറ്റേ രണ്ടാമത് അഭിനയിക്കാന്ന് പറയില്ലേ, അതാണ്. ഇപ്പൊ കാന്താരയിലും എന്നെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി എന്ന് പറഞ്ഞാല് നമുക്ക് വലിയ രീതിയിൽ ബേസ് കൊടുക്കരുതെന്ന് പറഞ്ഞു. പിന്നെ മൈക്കിന്റെ തൊട്ടടുത്ത് നിന്ന് ഡബ് ചെയ്തെന്ന് പറഞ്ഞു. കാരണം അത്ര വേണ്ട, കാഷ്വലി, ഭയങ്കര കാഷ്വൽ ആയിരിക്കണം. കാരണം ഒരു കാട്ടു ജനതയുടെ അല്ലെങ്കിൽ കാട്ടിൽ താമസിക്കുന്നവരുടെ രക്ഷകനാണ്. ഈശ്വരന്റെ പൂന്തോട്ടത്തിലേക്ക് അതിക്രമിച്ച് കടന്നി വരുന്നവരുടെ അല്ലെങ്കിൽ അവരെ ആക്രമിക്കാൻ വരുന്നവരെയൊക്കെ അവരിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ടുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു നേതാവായിട്ടാണ് ബർമ എന്ന് പറയുന്ന കഥാപാത്രം. ആ കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും പേടിയൊന്നുമില്ല, എല്ലാത്തിനും ചങ്കൂറ്റമാണ്, നല്ല മെയ് വഴക്കമുണ്ട്, നല്ല ശരീരമാണ്. പിന്നെ എന്നാൽ വീട്ടിൽ അമ്മയോടും അല്ലെങ്കിൽ സഹജീവികളോടും ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജനനത്തിന് ഒരർത്ഥമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അതാണ് ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അത് സ്പോയിലറാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് പുള്ളി പോകുന്നതിന്റെ ഇടയിൽ വരുന്ന ഓരോ മാനറിസങ്ങൾ. ഇപ്പൊ കൂട്ടുകാരുടെ കൂടുമ്പോൾ പുള്ളി തമാശയായിരുന്നു. നമ്മൾ പറയുന്നൊക്കെ ഉണ്ടല്ലോ, പല കോമഡികളും പറയുമ്പോൾ ആ മീറ്ററിൽ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അണ്ണ അങ്ങനെയൊന്നും പറയല്ലേ, അണ്ണന്നല്ല അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, ഇങ്ങനെ ആ രീതിയിലാണ്. എനിക്കതിൽ തൊടാമോ എന്ന് പറയാം. പക്ഷെ ചില സമയത്ത് നമ്മൾ എക്സ്ട്രാ ഒരു കുറച്ച് മാസ് കൊടുത്തില്ലെങ്കിൽ നായകനാണ്. അപ്പോ അത് എറിക്കില്ല. നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ ബാഹുബലിയിലേക്ക് ഡയലോഗുകളാണല്ലോ, ദേവസേനേ അവന്റെ തലയല്ലേ വെട്ടേണ്ടത് എന്നൊരു സാധനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അരുൺചേട്ടൻ CM-ന്റെ ഡയലോഗ്. അപ്പൊ അത് താഴെ കുറെ അങ്ങനത്തെ കമന്റ്സ് ബാഹുബലിക്ക് ഡബ് ചെയ്തത് സുരാജ്. അയ്യോ അല്ലല്ല എന്റെ പൊന്നി, ഞാൻ ആ സിനിമയിൽ പോലും ഡബ് ചെയ്തിട്ടില്ലെന്നല്ല, എനിക്ക് അങ്ങനെ അവസരം കിട്ടിയിട്ടില്ല അതില്. അത് അരുൺ CM എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടുകാരനാ, പുള്ളിയാണ് അത് ചെയ്തിരിക്കുന്നത്. ബാഹുബലി അതുപോലെ KGF ഒക്കെ പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമുള്ള കുറെ സിനിമകളിൽ ഞാൻ ഭാഗമായിട്ടുണ്ട്. പുഷ്പ 2-ലൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിൻസ് എന്ന് പറയുന്ന സിനിമയിൽ ശിവകാർത്തികേയനെ ഡബ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. യശോദയിൽ ഉണ്ണി മുകുന്ദനെ ഡബ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. ലേറ്റസ്റ്റ് ബാഡ്സ് ഓഫ് ബോളിവുഡിൽ അമീർ ഖാനെ ഡബ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. ക്യാമിയോ റോളാണ്, പക്ഷെ ഷാരൂഖ് ജിയുടെ മകൻ സംവിധാനം ചെയ്തൊരു സീരീസ് ആണത്. അപ്പൊ അതിൽ പിന്നെ ഡബിൾസ് നെക്സ്റ്റ് ലെവൽ, DD നെക്സ്റ്റ് ലെവൽ, അതായത് ഡബിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ, അതിൽ സന്താനത്തിന് ഡബ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. പിന്നെ ഹനുമാൻ എന്ന് പറഞ്ഞ ലാസ്റ്റ് ഇറങ്ങിയ ഒരു നല്ല സിനിമ ഉണ്ടായിരുന്നു. അതിൽ ഒരു ക്യാരക്ടർ, ഒരു കോമഡി ക്യാരക്ടറാണ്. ഇത് ഇങ്ങനൊന്നുമില്ല, പക്ക കോമഡി, ഫുൾ മറ്റേ നോർമൽ നമ്മൾ സുരാജേട്ടൊക്കെ ചെയ്യില്ലേ, അയ്യോ എന്താ ഇവിടെ ഇങ്ങനെ പറയുന്നത്, അയ്യോ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഇങ്ങനത്തേക്ക് ഒരു സാധനങ്ങൾ വെച്ചിട്ടാണ് അത് പിടിച്ചിരിക്കുന്നത്. അത് ഈ മോഡുലേഷനോ ഇങ്ങനെ ഒന്നുമല്ല, ഇവൾക്ക് പ്രാന്തായി തോന്നുന്നു, എന്താ പറയൂ, ഇങ്ങനെയുള്ള ടക് സാധനങ്ങളൊക്കെയാണ്. അത് കൈലാഷ് എന്ന് പറഞ്ഞൊരു ഡബിംഗ് ഡയറക്ടർ ഉണ്ട്, അദ്ദേഹത്തിന്റെ കീഴിൽ ചെയ്തതാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ വിശ്വസിച്ച് തരുന്ന ആൾക്കാരാണ് യഥാർത്ഥ ഹീറോസ്. നിങ്ങളെ കൊണ്ട് ഇത് പറ്റും എന്ന് പറയുന്നവരല്ലേ നമുക്ക് മോട്ടിവേഷൻ തരുന്നത്. യെസ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കഴിവിന്റെ അപ്പുറത്തേക്ക് അവസരമാണ് ഹീറോ. ഐ മീൻ അവസരമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് കിട്ടേണ്ടതും നമ്മൾ സ്വപ്നം കാണേണ്ടതും അവസരത്തെയാണ്, ഓപ്പർച്യൂണിറ്റി. അത് മിസ്സിങ് ആയിട്ടുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ പരിപാടി ഒന്നും എത്തൂല. എത്ര കഴിവുണ്ടായിട്ടും എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലുണ്ടല്ലോ നാട്ടുപട്ടിയാവില്ല.
ഒരു നല്ല അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിടിച്ചാണ്ട് കയറിക്കൊള്ളണം. അതിൽ നമ്മൾ രക്ഷപ്പെടും. പക്ഷെ ഞാൻ ഡബ് ചെയ്യുമ്പോഴൊന്നും ആക്ച്വലി സ്പീക്കിംഗ് ഇത്ര ഒന്നും വരില്ല എന്ന് വിശ്വസിച്ചിരുന്നതാണ്. കാരണം ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഡബ് ചെയ്യുമ്പോൾ എനിക്ക് ഋഷഭ് സാറിന്റെ പോർഷൻസ് മാത്രം ഇവർ കാണിച്ചു തരും, എന്നിട്ട് ഡബ് ചെയ്യും. അത് കഴിയുമ്പോൾ അവർ TV ഓഫ് ചെയ്യും. അങ്ങനെ കുറച്ച് പ്രോസസ്സ് ഉണ്ടായിരുന്നു. പിന്നെ സ്ക്രീനിൽ കണ്ടപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ. ഇതാണല്ലേ ഞാൻ ചെയ്തത്. ഞാനാണെങ്കിൽ നമ്മുടെ വനിതാ വിനീതയില് ഞങ്ങൾക്ക് പോലും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്നിട്ട് ഫസ്റ്റ് ഡേ കണ്ടത് ഏറ്റവും ആദ്യത്തെ റോയിൽ ഇല്ലില്ല. ഏറ്റവും ആദ്യത്തെ റോയിൽ ഞങ്ങൾ 3 പേര് ഡബിങ് ഡയറക്ടേഴ്സും ഞാനും, പിന്നെ വേറെ സ്ക്രീനിൽ വേറെ ഡബ് ചെയ്ത എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും 2 ഡബിങ് ഡയറക്ടേഴ്സും കൂടി ഏറ്റവും ആദ്യത്തെ റോയിൽ ഇങ്ങനെ ഇരുന്നുണ്ട്. ലിറ്ററലി പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഞങ്ങളെ അപ്പൊ കുറെ കാര്യങ്ങളും മനസ്സിലായില്ല. പക്ഷേ സംഭവം വർക്കായി മനസ്സിലായി. സിനിമ ഇങ്ങനെയാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ സിനിമ കയറി പോകുന്നു മനസ്സിലായി. അപ്പൊ പിന്നെ എനിക്ക് അടുത്ത ഡൗട്ട് ഇത് എന്റെ ശബ്ദം അംഗീകരിക്കും എന്നുള്ളതായിരുന്നു. പേടിയുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഇവർക്കാരും അറിയില്ലല്ലോ ഞാനാണെന്നല്ല. അപ്പം പുള്ളി പറഞ്ഞു ഇതാണ് ഹീറോ വോയിസ് എന്ന് പറഞ്ഞപ്പോഴേക്കും മീഡിയാസ് എല്ലാം വന്നിട്ട് ബൈറ്റ് എടുക്കാൻ തുടങ്ങി. അപ്പോ അല്ലെ സലിംകുമാർ അല്ല മറ്റേ സലിംകുമാരേട്ടൻ ഉദയനാണായിരുന്നിരിക്കൂലേ, ഓക്കെ ഈ ഒരു പരിപാടിയായിരുന്നു നമുക്ക് പിന്നെ. അങ്ങനെ ഇങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രോസസ്സ്. നമ്മൾ ഇത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു, എൻ്റെ ലൈഫിൽ ഇത്രത്തോളം മീഡിയയിൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്നു. നാട്ടുകാരും വീട്ടുകാരും ഇതേവരെ മൈൻഡ് ചെയ്യാത്തവരും എന്നെ മൈൻഡ് ചെയ്ത് വിളിച്ച് എൻ്റെ പരിപാടിയൊക്കെ സ്റ്റോറി ആക്കുമെന്നോ ഞാൻ സ്വപ്നത്തിൽ നിരീക്ഷിച്ചിട്ടില്ല. ഒരു കാന്താര റിലീസ് ആയപ്പോൾ അതിന്റെ കൂടെ എൻ്റെ ലൈഫ് മാറി ഉറപ്പാണ്. ഒക്ടോബർ 2 എന്ന് പറയുന്ന ദിവസം എൻ്റെ ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്രയും വർഷത്തെ കഷ്ടപ്പാടിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിന്റെ ഒരു വിജയം എന്ന് പറയാം. വർഷങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയുള്ള പല മേഖലയിലും ഒന്നും ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. ഇത് വർക്കായി. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നതും ഞാൻ സംസാരിക്കുന്നതും. അപ്പൊ എന്നിലൂടെ ബാക്കി കഴിവുകളൊക്കെ ഇത് പറയാനും കൂടിയുള്ള വേദിയാണല്ലോ ഇത്. അങ്ങനെ ഒരു വേദി കിട്ടുന്നതൊക്കെ കാന്താര മൂലമാണ്, ഋഷഭ് സാർ മൂലമാണ്, അശ്വിൻ ഖനാല മൂലമാണ്, നിർമ്മൽ MR മൂലമാണ്. അല്ല അങ്ങനെ അതായിട്ട് ബന്ധമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ റെഡ് FM-ൽ RJ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അത് വേറൊരു ജോലിയാണ്, ഇത് വേറൊരു ജോലിയാണ്. പിന്നെ ഡബിങ്ങിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ട് അടുത്ത ആളെ വിളിക്കണം എന്നില്ല. ഇതെല്ലാത്തിന്റെ ഒരു വോയിസ് ടെസ്റ്റ് ഉണ്ട് ചിത്ര. അതായത് ഇപ്പൊ തെലുങ്ക് സിനിമയാണെങ്കിലും കന്നഡ സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ചൈനീസ് പരിപാടിയാണെങ്കിലും അത് ആ സ്ക്രീനിൽ നായകനോ ആ കഥാപാത്രത്തിന്റെ ഒരു 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 ശരീരഘടന ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിപ്പോ നോക്കുമ്പോ ഒരു 38 സുരാജ് കുഴപ്പമുണ്ടാവില്ല, അങ്ങനെ ഇവര് തീരുമാനിക്കുന്നത്. ആ സെലക്ഷൻ ഓഫ് പ്രോസസ് ആണ് ഡബിംഗ് ഡയറക്ടറുടെ വിജയം. അപ്പോൾ അതാര് ചെയ്യും എന്ന് അവർ അന്നേരത്തെ തീരുമാനിക്കും. ഇപ്പൊ ഈ ഋഷഭ് ഷെട്ടി സാറിന്റെ കാര്യത്തിൽ വരുമ്പോൾ കുറച്ച് ബേസ് ഉള്ള വോയിസ് വേണം, എന്നാൽ ഓവർ ബേസ് ആവുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അശ്വിൻ ആലോചിച്ചത്, എന്നാ പിന്നെ സുരാജിനെ വിളിക്ക് ഒരു വോയിസ് ടെസ്റ്റ് കൊടുക്കാം, അത്രേ ഉള്ളൂ. കുറെ പേര് വോയിസ് ടെസ്റ്റ് ചെയ്തു. ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു ഓഫ് സ്ക്രീൻ വെച്ചിട്ട് ഒരു TV വെച്ചിട്ട് പിന്നെ അല്ലാതെ അറിഞ്ഞ് ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് സീൻ ഡബ് ചെയ്തപ്പോ തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അളിയാ ടെൻഷൻ വെച്ചോണ്ടിരുന്ന് നമുക്ക് പോയിട്ട് ശരിയാവില്ല. അപ്പൊ ഞാനും വിചാരിച്ചു കിട്ടിയ അവസരമല്ലേ, പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇത്രയും സിനിമകൾ നമ്മൾ ഡബ് ചെയ്തതിന്റെ നമുക്ക് അറിയാലോ എന്താന്നുള്ളത്. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു. അപ്പൊ അവര് 2 പേര് ഫ്രെയിം ചെയ്തിരും, നിർമ്മല് കന്നഡ കേട്ട് മനസ്സിലാക്കും, പിന്നെ അശ്വിൻ അത് ഫ്രെയിം ചെയ്യും, 2 പേര് ഫ്രെയിം ചെയ്യും. എന്റെ അടുത്ത് പറയും. അപ്പൊ ഞാൻ പറയുക ഈ വാക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കില്ലേ, ഇപ്പൊ നമുക്ക് കച്ചവടം, വ്യാപാരം, വ്യവസായം എന്നൊക്കെ പറയും. അതിൽ ഏറ്റവും നല്ലത് ഏതാണോ ആ ആക്ടറുടെ മൗത്ത് ആയാണ് ഓപ്പണെങ്കിൽ നമ്മൾ ആ രീതിയിൽ പിടിക്കണം. ആ വെച്ചുള്ള വാക്ക് അന്വേഷിച്ച് പോകണം, കണ്ടുപിടിച്ച് കിട്ടിയില്ലെങ്കിൽ ക്ലോസിലെങ്കിലും പിടിക്കണം. ആ വാക്ക് അവസാനിക്കുന്ന ഇതിലാണെങ്കിൽ വെച്ചിട്ടുള്ള വാക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ചലഞ്ചിങ് ഉണ്ടായിരുന്നു. പിന്നെ മീറ്റർ കുറഞ്ഞു പോയരുത്, കൂടി പോയരുത്, എവിടെയാണോ അവിടെ നിൽക്കണം. ഋഷഭ് സാറാണെങ്കിൽ കുറച്ച് സ്പീഡിലാണ് സംസാരിച്ചത് ചില പോർഷൻസ്. അപ്പൊ എനിക്ക് സ്പീഡാവുണ്ട്, ഞാൻ പതുക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലിപ്പ് അങ്ങനെയാണല്ലോ, നമുക്ക് പുള്ളി സംസാരിക്കുന്നത് പുള്ളിയായിട്ട് തന്നെ സംസാരിക്കുന്നതായിട്ട് മലയാളി ഓഡിയൻസിന് തോന്നണം. അവിടെ ആയിരുന്നു എന്റെ ഏറ്റവും വലിയ ചലഞ്ച്. എനിക്ക് തോന്നുന്ന ഒരു 80% വിജയിച്ചു എന്ന് തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇപ്പൊ ഇത്രയും നായകന്മാര് ചെയ്യും. നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി ഉണ്ടല്ലോ, പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് ഉർവശി ചേച്ചിക്ക് ഡബ് ചെയ്യാൻ ഭയങ്കര പാടാ, വാ തുറക്കില്ല. അതേപോലെ ബുദ്ധിമുട്ടിയത് എവിടായിരുന്നു? എനിക്ക് ഡബിങ് കരിയറിലാണോ അല്ലെങ്കിൽ ഡബിങ് കരിയറിൽ പറയുകയാണെങ്കിൽ വടിവേലു സാറിനും സന്താനം സാറിനും, അതായത് ഇവർക്ക് 2 പേർക്ക് ചെയ്തൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്റെ പൊന്നു ചിത്ര, എനിക്ക് തോന്നുന്നു 3 ഫുൾ ഡേ രാത്രിയാ. കാരണം ഇവര് എന്താന്ന് വെച്ചാൽ ഒരു പാരഗ്രാഫ് ഇല്ലേ, ഇപ്പൊ പ്രജയിലെ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് ഇല്ലേ, ഇത് ഇവര് കോമഡി ആയിട്ട് പറഞ്ഞു കളയും. ബ്രീത്ത് എടുക്കില്ല. ഞാൻ കൈലാസേനോട് പറയും ചേട്ടാ ഒരു ആംബുലൻസിൽ ഇടയിക്കോ, ഞാൻ പറയാം. കാരണം നമുക്കിത് മുറിക്കാൻ പറ്റില്ല. ഇപ്പൊ ലാലേട്ടൻ ഇപ്പൊ ഒരു ഡയലോഗ് പറഞ്ഞില്ലേ, 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കത് മുറിക്കാം. ആദ്യം വേണമെങ്കിൽ 6 വർഷത്തെ മാത്രം ഡബ് ചെയ്യാം,
ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, ലാലേട്ടൻ്റെ എന്നല്ല. അപ്പൊ അങ്ങനെ ഡയലോഗ് കിട്ടിയാൽ നമുക്ക് എളുപ്പമാണ്, മുറിച്ച് പറയാം. അല്ലെങ്കിൽ ഒറ്റ മാസം ഉള്ളെങ്കിൽ ഒറ്റയടിക്കറിയാം. ഇത് ഇത്രം വെച്ചിട്ട് പുള്ളി സന്താനം ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പുള്ളി ഒരു സമയത്ത് ഒരു വായ തുറന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു 30 സെക്കൻഡൊക്കെ ഒരു ഒറ്റയടിക്ക് പറഞ്ഞോളയും. അതുപോലെ വടിവേലു അറിയാലോ, ആക്ടറൊക്കെ എന്താ സാധ്യ പെർഫോമൻസ് ആണോ. ഇവർക്ക് ഡബ് ചെയ്യാന്ന് പറഞ്ഞാണ്ടല്ലോ നിസ്സാര പരിപാടിയില്ല, ഭയങ്കര എഫർട്ടാ. അതും കോമഡി ഡബ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് ആ ഒരു സ്ലാങ് എന്താണോ ശബ്ദം അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ടോൺ മാറാൻ പാടില്ല. കൊച്ചി സ്ലാങ് ആണെങ്കിൽ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രാസം വേണം അതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. നിൽക്കണം, പണിയാ, നല്ല പണിയുണ്ട്, നല്ല ബുദ്ധിമുട്ടി. അന്ന് കുറച്ച് പെടാപ്പാട് പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ കാന്താരയുടെ നമ്മൾ കുറെ കോൺട്രവേഴ്സീസും കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നോൺ വെജ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിരുന്നു പലർക്കും അത് കഴിഞ്ഞിട്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങളുടെ ഇവിടെ വാൾപേപ്പർ വീണു. അങ്ങനെയാണെങ്കിൽ ആർജി സുരാജിന്റെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചു? ഇതിപ്പോ എന്ത് സംഭവിച്ചാലും അങ്ങനെയാണെന്ന് പറയുള്ളൂ. അതാണ് ഏറ്റവും വലിയ സംഭവം. എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. പിന്നെ ഞാൻ ബാഡ്മിന്റൺ കളിക്കുന്നതുകൊണ്ട് ആ സമയത്ത് ഒരു നീരുണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ കളിയുടെ ഭാഗമായിട്ടുള്ള പരിപാടി, അല്ലാതെ എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ ഈ മാംസാഹാരം കഴിച്ചുകൊണ്ട് കാണാൻ പോകരുത്, അല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ട് പോകരുത്, ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പക്ക ഫേക്ക് ആയിരുന്നു. അത് ഋഷഭ് ശെട്ടി സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ല, ഇത് ഫേക്ക് ചേട്ടാ എന്ന് പുള്ളി തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞു. രണ്ടാമത്തെ ഈ പബ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇത് നമ്മളുണ്ടല്ലോ, ഇപ്പോൾ കാന്താരയിൽ ഞാൻ ജോയിൻ ചെയ്തു, 5 വർഷമാണ് പുള്ളി എടുത്തത് കേട്ടോ. ഷൂട്ടിംഗ് തന്നെ 3 വർഷം സംതിങ് എന്നും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്തിട്ട് പിന്നെ സംഭവിക്കണതൊക്കെ ഈ സിനിമയോട് കൂട്ടിച്ചേർത്ത് വായിക്കുക. ഇപ്പോൾ സിനിമയുടെ ബ്രേക്ക് ഒരു 10-15 ദിവസം ബ്രേക്ക് ഉണ്ട്. ഈ ബ്രേക്കിന്റെ സമയത്ത് പോയി ഇപ്പൊ ഒരു ഉല്ലാസയാത്ര പോവാണ് നമ്മൾ, നമുക്ക് എന്തെങ്കിലും പറ്റുകയാണ്, മരിക്കുകയാണ്, നമ്മൾ എന്ത് പറയും? കാന്താരയുടെ. പക്ഷെ അത് കാന്താരയുടെ പാക്കപ്പാണ്, അല്ലെങ്കിൽ കാന്താരയുടെ ബ്രേക്കാണ്. ആ ബ്രേക്കിന്റെ ഇടയിൽ സംഭവിക്കുന്നത് ഇതാരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ എന്ന് വെച്ചാൽ ആ നെഗറ്റീവ് പബ്ലിസിറ്റി പോലെ ആയെങ്കിലും ഇപ്പൊ ഏകദേശം അത് ക്ലിയർ ആയി വരുന്നുണ്ട്. കാരണം സിനിമ നല്ലതായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നിലനിൽക്കില്ല. എങ്ങനെയൊക്കെ തകർക്കാൻ നോക്കിയാലും, എന്തൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും, കാന്താര നല്ല സിനിമയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനത് ബാധിക്കില്ല. അതല്ലേ, അതാണ് ടിക്കറ്റ് കിട്ടാനില്ല എന്ന് പറയുമ്പോൾ ഒരു മലയാള സിനിമ അല്ലത്. എന്നിട്ട് പോലും അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ല സിനിമ ആയതുകൊണ്ടാണല്ലോ. അതിന് ഇനി എന്ത് നെഗറ്റീവ് പറഞ്ഞ് തകർക്കാൻ നോക്കിയാലും, ഋഷഭ് സാർ പറഞ്ഞിട്ടുണ്ടല്ലോ, വിശ്വാസങ്ങൾ എന്റെ വഴിക്ക് വിട്ടേക്ക്, ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നില്ലല്ലോ, ഞാൻ എന്റെ സിനിമ കാണും, എന്റെ പെർഫോമൻസ് കാണും, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലത് പറയും, ഞാൻ തിരിച്ച് എന്നെ ഫോഴ്സ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മുടെ RJ ലൈഫിലല്ലേ എന്താ ഇപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, ഇപ്പൊ എത്ര എക്സ്പീരിയൻസ്ഡ് ആയാലും ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോകും. അങ്ങനെ ഉണ്ടായ ഒരു സിറ്റുവേഷൻ. അതായത് തൃശ്ശൂർ റെഡ് FM ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ന് ഈ RJ നിസ എന്ന് പറഞ്ഞ ഒരാളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ ഇവള് നമ്മൾ ചെല്ലുന്നു, അത്യാവശ്യം നമ്മൾ റെയിൻബോ FM നിന്നൊക്കെ നേരെ ചെല്ലുകയാണ്, ആകാശവാണി നിന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ നിൽക്കണോടാ, നീ അപ്പുറത്ത് നോക്കുക, ഞാൻ സെറ്റ് ചെയ്തോ. ഫസ്റ്റ് ആദ്യമായിട്ട് സംസാരിക്കാം. നമുക്ക് ഈ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കൺസോൾ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. കൺസോളിൽ കുറേ സ്വിച്ചുകളുണ്ട്. ഒരെണ്ണം ഞെക്കിയാലാണ് മൈക്ക് ഓൺ ആവുള്ളൂ, അത് പൊക്കി വെച്ചാലാണ് പുറത്തോട്ട് പോകുള്ളൂ. മറ്റേത് പരസ്യങ്ങൾ അല്ലെങ്കിൽ ബാക്കി സാധനങ്ങളും, അതല്ലെങ്കിൽ ബെഡ് എന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടുന്ന ഒരു സാധനം ഫെയ്ഡർ ഉണ്ടാവും. ഇത് കുറേ ഫെയ്ഡർ ഉണ്ട്. ഈ ഫെയ്ഡറുകളൊക്കെ നമ്മൾ പഠിക്കണം. ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ അന്ന് തൃശ്ശൂരിൽ ലൈവിനിരിക്കുന്നത്. അപ്പൊ ചെറിയ ട്രെയിനിങ് ഒക്കെ കിട്ടിട്ടോ. അവരുടെ ഇങ്ങനെ ഇതൊക്കെയാണ്, ഈ സ്വിച്ച് ഞെക്കിയാലേ പുറത്തോട്ട് പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാം കിട്ടി. മോർണിംഗ് നമ്പർ 1 ഏറ്റവും ആദ്യത്തെ ഷോ ആണ്. മോർണിംഗ് ഏറ്റവും രാവിലെ നമ്മൾ 5:30 എത്തി. ഇതുപോലെ എനിക്ക് തോന്നുന്നു 7 മണിക്കാണ് ഷോ. ആ സമയത്ത് നമ്മൾ തുടങ്ങുകയാണ് ദൈവങ്ങളെയൊക്കെ വിചാരിച്ചിട്ട്. നമ്മുടെ ഇത് മോർണിംഗ് നമ്പർ 1 വിത്ത് RJ സുരാജ് എന്ന് പറഞ്ഞപ്പോഴും ഞാനിങ്ങനെ ഹായ് ഹലോ നമസ്കാരം തൃശ്ശൂർ സാംസ്കാരിക നഗരത്തിലേക്ക് ഞാനങ്ങനെ എത്തിയിരിക്കുകയാണ്. എൻ്റെ പേര് സുരാജ് എന്നാണ്, ഞാൻ കൊച്ചിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെയും ആ ഒരു ഗ്രൗണ്ടിൻ്റെയും ഉള്ളിലൂടെയൊക്കെ നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിസ ഓടി വന്നിട്ട്, അപ്പൊ ഞാൻ ശബ്ദം കേൾക്കട്ടെ, മൈക്ക് ഓൺ ചെയ്യാം, കേട്ടിട്ടില്ലെന്ന് മൈക്ക് ഓഫ് ആയിരുന്നു. ലിറ്ററലി പറയുകയാണെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ബെഡ് മാത്രം പോകണ്ടാവും. അപ്പൊ ഇത് ഭയങ്കര ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മളെ കറക്റ്റ് സാധനം അവിടെ അമർത്തിയില്ലെങ്കിൽ, ഇപ്പൊ ഞെങ്ങിയില്ലെങ്കിൽ എന്ത് കിട്ടില്ല. അതുപോലെ തന്നെയാണ് പരസ്യങ്ങളുടെ കാര്യത്തിൽ. നമ്മൾ ഒരു പരസ്യം പോലും തള്ളിപ്പോകാൻ പാടില്ല. ഞങ്ങൾക്ക് കറക്റ്റ് ഒരു മണിക്കൂറിൽ സംസാരിക്കേണ്ട ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് അപ്പുറം പോകാൻ പാടില്ല. അത് പോയി കഴിഞ്ഞാൽ പണി പാടും. നമ്മൾ മെയിൽ അയക്കേണ്ടി വരും, എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ എന്ത് സംസാരിക്കണം, ഒരാളെയും കുറ്റം പറയാൻ പാടില്ല. ഈവൻ നേരത്തെ നമ്മൾ പറയണോ?
അങ്ങനെ ഇല്ല. ഇപ്പൊ ഇല്ല. ആദ്യമൊക്കെ ഞാനൊരു A4 സൈസ് പേപ്പറിൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഇവിടം വരെ എഴുതി വെക്കും. എന്നിട്ട് ലാസ്റ്റ് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ നോക്കി വായിക്കും. പിന്നെ നമ്മളത് ഇത്രയാക്കി, പിന്നെ ഇത്രയാക്കി, പിന്നെ നമ്മളിപ്പോൾ 1 ലൈൻ വെച്ചിട്ട പരിപാടി. പിന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ GST ഇപ്പോൾ വന്നു, എത്ര ശതമാനമാണ് കുറച്ചിരിക്കുന്നത്, എത്ര ശതമാനം നമുക്ക് ഉപഭോക്താക്കൾക്ക് കിട്ടും, ഇതൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്തു. അല്ലെങ്കിൽ ഫുൾ ന്യൂസ് മൊബൈലിൽ എടുത്തു വെച്ചിട്ട് നമ്മൾ പറയുള്ളൂ. അത് വളരും തോറും നമ്മൾ അതിന്റെ ഒരു ലെങ്ത് കുറച്ചുകൊണ്ട് വരണം. അതെ, ബ്ലാങ്കിൽ സംസാരിക്കാൻ ഭയങ്കര രസമാണ്. അതെ, അങ്ങനെ പ്രിപ്പയർഡ് ആവാതെ പോയിട്ടുണ്ടോ? ഓ, എപ്പോഴേക്കോ ഏതൊക്കെയോ പരിപാടികളിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഷോയിലും ഇടിച്ചു കയറി ചെയ്യുന്നുണ്ട് ലേറ്റ് ആയിട്ടൊക്കെ. ലേറ്റ് ആയി ചെല്ലുമ്പോൾ കേരള സാധനം മറ്റേ RJ സുരാജ്, മറ്റേ എന്റെ കൂടെ നിതാർജൻ ഇതുണ്ടോ, യെസ് നമ്മളങ്ങനെ. അപ്പൊ ഞാൻ പുറത്തെ ആൾക്കും അറിയില്ലല്ലോ നമ്മൾ ഇത്ര ഹറിയാണെന്ന്. വന്നിട്ട് നമ്മൾ നോർമലായിട്ട് ഇരുന്നിട്ട് യെസ് അവിടെ നമ്മളിങ്ങനെ കൊച്ചിയിലെ ബ്ലോക്കുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലോക്കിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ബ്ലോക്ക് ഉണ്ട്, നമുക്ക് ഇഷ്ടമില്ലാത്ത ബ്ലോക്ക് ചെയ്യാലോ. ഈ ബ്ലോക്കും ആ ബ്ലോക്കും കഴിഞ്ഞ് വേറൊരു ബ്ലോക്ക് നമ്മളെ കാത്തിരിക്കുന്നു, അത് നമ്മുടെ ഹൃദയത്തിന്റെ ബ്ലോക്കാണ്. അതിലേക്ക് എത്താതെ എല്ലാവരും സൂക്ഷിക്കണേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദിസ് ഇസ് RJ സുരാജ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോക്ക് വെച്ചിട്ട് അപ്പൊ നമ്മളിങ്ങനെ അതാ പറഞ്ഞിട്ട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ എന്നിട്ട് നേരെ നമ്മള് സ്വിച്ച് അമർത്തി കഴിയുമ്പോൾ ഓഫായി മറ്റേ പാട്ട് പോണു. ഇതാണ് പരിപാടി. RJയുടെ സ്റ്റുഡിയോ ലൈഫ് എന്ന് പറഞ്ഞ ഇതാണ്. നിങ്ങളൊന്നും കാണുന്നില്ല. അതില് ഏറ്റവും വലിയ സ്ട്രഗ്ലിംഗ് പോയിന്റ് എന്താ അറിയോ? ഞാനിപ്പോ ഒരാളോട് തല്ലു പിടിച്ചു, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി, എനിക്കൊരു ഡീപ്പായിട്ടുള്ളൊരു വിഷമം മനസ്സിലുണ്ട്, എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ആ ഫീലിങ്സ് സ്റ്റുഡിയോയുടെ പുറത്ത് വെച്ചിട്ട് വേണം അകത്തേക്ക്. അത് നമുക്ക് ഈ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു ചലഞ്ചാണ്. നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കണം എന്ന് പറയില്ലേ? റേഡിയോയിൽ പിന്നെ നമ്മളെ കാണണ്ട, പക്ഷെ എങ്കിലും ആ ഇമോഷൻസ് ഫീൽ ആവും. നമ്മുടെ ശബ്ദം ഇടറിയാൽ പോലും മനസ്സിലാക്കുന്ന ലിസണേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വിഷമം വന്നാലും കോൾസ് ഒക്കെ വരും ഇങ്ങനെ ഇഷ്ടം പോലെ. നമ്മളിപ്പോ ചിലപ്പോ പനി ലീവാണ്, അപ്പൊ ചോദിക്കുന്നു, അടുത്ത RJനോട് ചോദിക്കും എവിടെ പോയി, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ ചോദിക്കും, ഇന്നലെ കണ്ടില്ലല്ലോ എന്ത് പറ്റി, ഇങ്ങനെ ഒരു പനിയായിരുന്നു അല്ലെങ്കിൽ വയ്യായിരുന്നു ലീവായിരുന്നു. ലിസണേഴ്സ് ആയിട്ട് എന്താ പറയുക, ആക്ച്വലി അവർ ഡെയിലി കേൾക്കുന്നതല്ലേ നമ്മളെ. അപ്പൊ അവരായിട്ടൊരു ആത്മബന്ധമുണ്ട്. ഇപ്പൊ കുറച്ച് കൂടി, കാരണം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വന്നോട് കുറച്ച് കൂടി. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് നമ്മളെ കാണുമ്പോ അറിയുമ്പോഴാണ്, അയ്യോ നിങ്ങളായിരുന്നല്ലേ സുരാജ്, ഞാൻ എപ്പോഴും കേൾക്കോട്ടോ, എന്റെ മോൻ എപ്പോഴും പറയും എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ഇപ്പൊ കുറച്ച് മാറിയിട്ട് എന്ത് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കുക, സെൽഫി എടുക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്ക് ചിലപ്പോൾ ആൻസേഴ്സ് ഒക്കെ അയക്കും. കാരണം നമ്മൾ ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുമ്പോൾ ഇതറിയാലോ, എന്താ RJ സുരാജ് സെർച്ച് ചെയ്ത് നോക്കുക, ടക്ക് പരിപാടി. അങ്ങനെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ ക്യാമറ നിൽക്കാനാണോ അതോ ഫ്രണ്ടിലേക്ക് വരാൻ, നായകനാവുന്ന അഭിനയം എന്ന് പറഞ്ഞാൽ നായകനല്ല, നല്ലൊരു കഥാപാത്രം ചെയ്യുന്ന ഒടുക്കത്തെ ആഗ്രഹമാണ്. അപ്പൊ സിനിമയാണ് ലക്ഷ്യം. അത് എഴുത്തുണ്ട്, കുറച്ച് എഴുത്ത് പരിപാടിയൊക്കെ ഉണ്ട്. സമയം കിട്ടുന്നില്ല ഇപ്പം എനിക്ക്. സത്യം പറഞ്ഞാൽ ഈ 7 ദിവസം ഒന്നും പോരാ, അതുപോലെയാണ് ഓടുന്നത്. ഇപ്പോൾ രാവിലെ ചിലപ്പോൾ ഒരു സീരിയൽ ഉണ്ടെങ്കിൽ സീരിയലിൽ ഡബ് ചെയ്തിട്ടായിരിക്കും പോവാ. അപ്പൊ കറക്റ്റ് 10:00 ഓഫീസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഓഫീസ് ടു 7 മണി അങ്ങനെ അങ്ങ് പോകും. വേറൊരു മൂടായിട്ട് ഇങ്ങനെ പോകും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തൊരു ഡബിങ്ങിന് വിളിക്കുക. അപ്പൊ ഡബ് കഴിഞ്ഞ് വീടെത്തുമ്പോഴേക്കും ചിലപ്പോൾ ഒരു 8:30, 9:00, 10:00. ഈ കാന്താര കഴിഞ്ഞ 1:45, 2:45 എത്തുക. അതായത് 7 ദിവസത്തോളം ഞാൻ നടന്നിട്ടുണ്ട് അതിന് വേണ്ടി. കാരണം ഞാൻ ഫുൾ ടൈം ആയിരുന്നില്ലല്ലോ ഡബ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഈ ജോലി കഴിഞ്ഞിട്ടും പിന്നെ അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ലീവ് ഒക്കെ എടുത്തിട്ടും അങ്ങനെയൊക്കെയാണ് ഡബ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കും ഉണ്ടായിരുന്നു. കാരണം നായകന്റെ തീരുന്നില്ല. അപ്പൊ ആ പ്രഷർ എനിക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാം കൂടി അതിജീവിച്ച് അത് തീർത്തു കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് സമാധാനമായിട്ടിരുന്നപ്പോൾ ആ കോൾ വരിക കേട്ടോ. അശ്വൻ വിളിച്ചിട്ട് പറയാ, അല്ലെങ്കിൽ ഒരു ചെറിയ സീനുണ്ട്, ഒരു കറക്ഷനാണ്, നാളെ ഒന്ന് വരുമെന്ന് ചോദിച്ചു. ഞാൻ രാവിലെ വന്നിട്ട് ഓഫീസിൽ പോകണ വഴി ചെയ്തിട്ട് പോകാലോ. ചെന്നപ്പോ എന്താണെന്നറിയോ, ഒരു സീൻ അങ്ങോട്ട് ആഡ് ചെയ്തു. ആ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുഴയുടെ അല്ലെങ്കിൽ കുതിരകളെ വെച്ചിട്ട് നായകനെ സംസാരിക്കുന്ന ഒരു സീനാണ്. മനസ്സിലായല്ലോ? ആ സീൻ ആഡ് ചെയ്യാന്ന് പറയാൻ 4 മണിക്കൂർ ഡബ് ചെയ്തത്. കാരണം അത്രത്തോളം ഡയലോഗുകളുണ്ടായിരുന്നു അതിന്. പിന്നെ ഓരോ റീലും ഇവര് കീറി മുറിച്ച് പരിശോധിക്കും, ഇങ്ങനെ അതിൽ എന്തെങ്കിലും ആഡ് ആയിട്ടുണ്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ആ സമയത്ത് അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പൊ 10 മിനിറ്റിന് അല്ലെങ്കിൽ 15 മിനിറ്റിന് വേണ്ടി പോയ ഞാൻ 1.5 മണിക്കൂർ കഴിഞ്ഞ് 2.5 മണിക്കൂർ കഴിഞ്ഞ് 4 മണിക്കൂർ. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 10 മിനിറ്റ്സ് ആയിരിക്കും, കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ അതെന്താ അറിയാം, അതൊക്കെ ഈ ഡബിങ് ആർട്ടിസ്റ്റുകളുടെ ഒരു സ്ട്രഗ്ലിംഗ് പരിപാടിയാണ്. ഇതൊക്കെ ആൾക്കാർക്ക് അറിയില്ല എങ്ങനെയാണ് ഇതിന്റെ പരിപാടി, എത്രത്തോളം പുറകിൽ നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ശബ്ദം പോകുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് നിൽക്കണം. നമുക്ക് ബാക്കിലൊരു കസേര ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ടപ്പ് 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 എന്ന് പറഞ്ഞാൽ ഇരിക്കുക ഈ പരിപാടിയാണ്. ശരിക്കലും ഇരിക്കാറില്ല. പരമാവധി നമ്മൾ നിന്നിട്ട് ഒറ്റ നിപ്പിൽ തീർക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളൊരു കഥാപാത്രം ആവുകയല്ലേ. അത് രണ്ടാമത്തെ അഭിനയമാണ് ഡബിങ്. ആദ്യം സ്ക്രീനിൽ ഒരു ആക്ടർ അഭിനയിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു പരകായ പ്രവേശനം നടത്തി വീണ്ടും അഭിനയിക്കുക. അത് കയ്യും കാലൊക്കെ തന്നെയാണ്. ഡയലോഗ് പറയുന്നത് നീ ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്.
കറക്റ്റ് എഫക്ട് കിട്ടണമെങ്കിൽ അത് തന്നെ വരണം അല്ലേ? അതങ്ങനെ തന്നെ വരണം. നമ്മൾ അഭിനയിക്കണം, അല്ലെങ്കിൽ അതൊരു സുഖമില്ലാത്ത പരിപാടിയായി പോകും. അതിനോടൊരു ഒരു ആത്മാർത്ഥത കാണിക്കുക, ആ കഥാപാത്രത്തിനോട് ഒരു ആത്മാർത്ഥത കാണിച്ചാൽ തന്നെ രസവും പരിപാടി ചെയ്യാം. ഓക്കെ, സിനിമയിൽ ഏതെങ്കിലും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ട്രൈ ചെയ്യുന്നുണ്ടോ? സിനിമയുടെ അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം കിട്ടിയത് റിലയൻസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഗുലുമാൽ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അവസരം കിട്ടി, ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ സീൻ കാണുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് ട്രോളുകൾ കിട്ടുന്ന അതിൽ നിന്നാണ്. കാരണം ഞാൻ ഭയങ്കര മോശമായിട്ട് പരീക്ഷിച്ചിരിക്കുന്നത്, ഒന്നും അറിയില്ലായിരുന്നു പറഞ്ഞു. ഫസ്റ്റ് പരിപാടി എനിക്കൊന്നും അറിയില്ലെന്ന് മാത്രമല്ല, അവരെനിക്കൊരു ട്രെയിനിങ്ങോ ഒന്നും തന്നൂല, എവിടെ നിൽക്കണ്ടേന്ന് പോലും ആ സമയത്ത് എന്നോട് പറഞ്ഞിട്ടില്ല. അതും ഞാൻ ഈ പറയുന്നത് ഒട്ടും എൻജോയ് ചെയ്തിട്ടില്ല പ്രോസ്. കാരണം റിലയൻസിൽ പോലുള്ള ഒരു കമ്പനിയിൽ MIS കോർഡിനേറ്റർ ആയിട്ടാണ് ലീവ് കിട്ടുന്നത്. ലീവ് കിട്ടുമ്പോൾ അവർ പറഞ്ഞ വർക്ക് നടക്കണം എന്ന് പറഞ്ഞു. ലീവ് എടുക്കും. അപ്പൊ എങ്ങനെ വർക്ക് എടുക്കും? രാത്രി പോയി വർക്ക് ചെയ്യും. അതായത് ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട് പറവൂര് പട്ടണമായിരുന്നു, ഇപ്പൊ താമസിക്കുന്നത് പറവൂര് തന്നെ കൈതാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കോതകുളം. അവിടെ നിന്ന് ഞാൻ ഒരു 4:45 ഇറങ്ങിയിട്ട് 5:30 ഓഫീസിൽ വന്നിട്ടാണ്, ഓഫീസ് കടവന്ത്ര റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് റമദാ റിസോർട്ടിൽ പോയിട്ടാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ എത്തി 9-10 മണിയൊക്കെ നമ്മൾ ഷൂട്ട് തുടങ്ങുള്ളൂ. എന്റെ ഒക്കെ വരുള്ളൂ. അപ്പൊ അത്യാവശ്യം ഈ എന്താണ് കുറെ പേരിൽ നിന്ന് സെലക്ട് ചെയ്ത ആളായതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ നിൽക്കണം. ഡയലോഗ് ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ച് നിൽക്കണം. ഇത് കഴിയുന്ന സീൻ എന്ന് പറഞ്ഞാൽ 9-10 മണിക്കാണ്. ഈ 9-10 മണിക്ക് ബാക്കി എല്ലാവരും പോയി കിടന്നുറങ്ങാനും ഒക്കെ പോകുമ്പോൾ ഞാൻ നേരെ പോണ കടവന്ത്രയിൽ ഓഫീസിൽ പോയിരുന്ന് റിപ്പോർട്ട് ഉണ്ടാക്കല. എന്നിട്ട് 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് വണ്ടി ഓടിച്ച് പറവൂര് ചെല്ലും. പറവൂര് എത്ര മണിക്ക് അപ്പൊ ഒരു 3 മണിക്കെങ്കിലും കുറഞ്ഞ്, എന്നിട്ട് വീണ്ടും രാവിലെ 6 മണിക്ക് എന്നിട്ട് 5:30 എന്നിട്ട് ഇങ്ങനെ വന്നു. ഇതായിരുന്നു 3 മണിക്കൂർ അതൊക്കെ ആ സമയത്ത്. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് കാരണം ഈ ജോലി നമുക്ക് വേണം, വിടാൻ പറ്റില്ല. എന്റെ വീട്ടിലെ അവസ്ഥകൾ അതായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഭീകരമായിരുന്നു. ജോലി കളഞ്ഞിട്ട് പരിപാടി എന്ന് പറഞ്ഞാൽ നടപടിയാവില്ലായിരുന്നു. പാഷൻ. അപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ടാണ് ഗുലുമാൽ ചെയ്തത്. പക്ഷെ രണ്ടാമത്തെ പരിപാടി ചെയ്തത് അവരുടെ ഇനി ഉത്തരം എന്ന് പറഞ്ഞ സിനിമയാണ്. ചിത്രം കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അപർണ ബാലമുരളിയാണ്. അപ്പൊ അതിൽ SI മഹേഷ് ഫസ്റ്റ് നമ്മളാണ് ഒരു 3-4 സീനിലുള്ളത്. എനിക്ക് അപ്പ അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ പറഞ്ഞപ്പോ അപർണയോടൊക്കെ പറയുന്നില്ലേ, മറ്റേ മെഡിസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. സാറേ അത് മാനസിക പ്രശ്നമുള്ള ഒരു കഴിക്കുന്ന മരുന്നാ, ഞാനാണ് ആ പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുന്നത്, ഷാജൻ ചേട്ടന്. അപ്പം ഈ സീൻ ഈ സിനിമയിലേക്ക് എത്തണമെന്നറിയോ, ഇവരെന്നെ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ വിളിക്കുക, പൂജ, സിനിമയുടെ പൂജ. അപ്പൊ ഇതിന്റെ റൈറ്റർ രഞ്ജിത്ത് ചേട്ടനെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പോകുന്നു, ഹോസ്റ്റ് ചെയ്യുന്നു, എല്ലാവർക്കും ഇഷ്ടമാവുന്നു. ശ്രീവത്സം ഗ്രൂപ്പാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ ഈ കാസ്റ്റ് എല്ലാം പറഞ്ഞ് സുധീഷ് ചേട്ടൻ അതിന്റെ ഡയറക്ടർ, നമ്മുടെ ജിത്തു ജോസഫ് സാറിന്റെ മെയിൻ അസോസിയേറ്റ് ആണ് സുധീഷ്. സുധീഷ് ചേട്ടൻ സംവിധാനം ചെയ്യുന്നു, ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നു. അപ്പൊ ഞാൻ കയ്യെ കൊടുത്ത് പിരിഞ്ഞ്, ഞാൻ തമാശക്ക് നമ്മളെപ്പോഴും പറയുമല്ലോ, ഒരു 2 സീനൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ ഓക്കെയാണ്, നിങ്ങൾ ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്. വെറുതെ അപ്പൊ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവര് രഞ്ജിത്തും പറഞ്ഞ് എല്ലാവരും പറഞ്ഞു നമ്മളത് വിട്ടു. പക്ഷെ സാധാരണ പോലെ മറ്റേ എല്ലാവരും കുറെ കേട്ടിട്ടുണ്ടെന്നാണല്ലോ ഞാൻ ചിന്തിക്കുന്നത്. അതല്ലായിരുന്നു. വിളി വന്നു, ഒരു SI മഹേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ബ്രോ ചെയ്യാൻ പറ്റുമോ ചെയ്തു. ഞാൻ വന്നു. അല്ല ഡേറ്റ് ഒരു 4-5 ദിവസം ഉണ്ടാവും, ഞാൻ വരാം. അപ്പൊ എന്റെ പ്രോഗ്രാമിംഗ് ഹെഡ് നിഖിലിന്റെ വീട്ടിൽ ഞങ്ങൾ തലയാട് എല്ലാവരും കൂടി ഒന്ന് അടിച്ചു പിടിക്കാൻ പോയതാ. അവിടെ വെച്ചിട്ട് ന്യൂസ് കേൾക്കുന്നത്. അപ്പൊ തന്നെ നിഖിലിനോട് ഞാൻ പറഞ്ഞാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടെന്ന് വിട്ടണം, അതൊന്ന് സെറ്റ് ആക്കളെ, നീ പറയസ് വരാൻ വന്നിട്ട്. അങ്ങനെ അവൻ ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് ഇപ്പോഴും. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങളുടെ അടുത്ത സ്റ്റേഷൻ ഹെഡ് ധന്യ മാം ഒക്കെ ഭയങ്കര സപ്പോർട്ടിങ്. പിന്നെ അതിന് മുകളിൽ പ്രദീപ് സാർ. അപ്പൊ ഇവര് 3 പേരൊക്കെ നമ്മുടെ എക്സ്ട്രാ പാഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. റെഡ് FM അങ്ങനെ ഒരു തളച്ചിടലൊന്നുമില്ല. അപ്പൊ ചിത്രക്ക് ബാക്കി എന്താണോ ആർജ് അതിന്റെ അപ്പുറത്തേക്ക് ചെയ്തോളൂ. പെർമിഷൻസ് എടുക്കണം, ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതാണ്. അപ്പൊ പെർമിഷൻസ് വന്നുകൊണ്ട് മാത്രം നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ പെർമിഷൻസ് എടുത്ത് നമ്മളത് ചെയ്തു. സിനിമയിൽ അത്യാവശ്യം നോട്ടീസ് ചെയ്യപ്പെടുന്ന കഥാപാത്രം കിട്ടി. അപ്പൊ നമ്മളിങ്ങനെ യെസ്. പിന്നെ നമ്മൾ വിചാരിച്ചു കുറെ വരുന്നു വിചാരിച്ചു. നാട്ടുകാർ ചോദിച്ചു തുടങ്ങിയില്ലേ എന്താ വേറെ സിനിമ ഒന്നും. ഞാൻ പറയാം അല്ല, അത് 2-3 കൊണ്ട് ഡിസ്കഷനിലാണ്. പിന്നെ ഈ ലാസ്റ്റ് സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിലാഷ് ചേട്ടൻ നല്ല കമ്പനിയായി. അഭിലാഷ് ചേട്ടൻ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോ തന്നെ നമ്മൾ ഭയങ്കര ജെല്ലാണ്, സെറ്റായി. മാളികപ്പുറത്തിന്റെ. അങ്ങനെ പുള്ളി പറഞ്ഞു സുമതി വളവ് വരട്ടെ, നമുക്ക് റെഡിയാക്കാൻ തോന്നുന്നു. പക്ഷെ ആ സമയത്ത് പോക്കും വരവും നടന്നില്ല, എങ്ങനെയൊക്കെയോ അത് നടന്നില്ല. അടുത്തതിന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, സുരാജ് നീ കണ്ടാ നീ പേടിക്കണ്ടതാണ്. അഭിലാഷേട്ട കേൾക്കണ്ടെങ്കിൽ മറക്കരുത്, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഭിലാഷേട്ട ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതില് ഡബിങ്ങിൽ നമുക്ക് അങ്ങനെ വരില്ല. ഡബിങ്ങിൽ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത വോയിസ് ടെസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ പുതിയ ക്യാരക്ടേഴ്സ്, പുതിയ സിനിമകൾ വരണം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇനി എന്നെയും വിളിക്കും. അല്ലാതെ അത് ഞാൻ അങ്ങനെ തന്നെയാ. അല്ലാതെ ഇത് കാന്താര ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്റെ അതൊക്കെ പറഞ്ഞുള്ളത് പട്ടിണിയാവട്ടാ. ഒരു വലിയ ലോണൊക്കെ ഉണ്ട്, ബാങ്ക് ലോണൊക്കെ ഉണ്ട്. വീടൊക്കെ മേടിച്ചിട്ട് 1 വർഷം, വീടൊക്കെ മേടിച്ചിട്ട് ഇതായിപ്പോ 1 വർഷം ആവുന്നു. നവംബർ 3 എങ്ങനെയൊക്കെയോ ഞാനിങ്ങനെ ഉന്തി തള്ളി കൊണ്ടുപോവാണ്. കുറച്ചുകൂടി വർക്ക് തന്നാ മതി എനിക്ക്.
വർക്ക് തന്നാ മതി. കാരണം ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം തന്നെ, വർക്ക് തന്നാ മതി, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോളാം. പരിപാടി വരണം. ഇപ്പൊ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നാണ് ഒരു റിയാലിറ്റി ഷോ ഹോസ്റ്റ് ചെയ്യുന്നുള്ളത്, ആങ്കർ ആയിട്ട്. ഒരു ചാനലിൽ ഒരു വലിയ പരിപാടി കിട്ടിയാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം അതെന്താ വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് കുറച്ചുകൂടി കോമഡി ഇഷ്ടമാണ്, കൗണ്ടറുകൾ ഇഷ്ടമാണ്, എന്നാ കുറച്ച് നാടൻ പാട്ടുകളുണ്ട് കയ്യിൽ, കുറച്ച് മിമിക്രി ഉണ്ട് കയ്യിൽ, കുറച്ച് തത്വചിന്തകളുണ്ട്, കുറച്ച് മോട്ടിവേഷൻ ഉണ്ട്, കുറച്ച് പരിപാടികളൊക്കെ എല്ലാം ഉണ്ട്. എല്ലാം നമ്മളിങ്ങനെ മറ്റേ അമ്പെടുത്തിട്ട് വിടുന്ന പോലെ സാധനം വിടാം, അവസരമില്ല. അത് എല്ലാ സാധാരണക്കാർക്കും കഴിവുള്ള കലാകാരന്മാർക്കും അവസരം വേണം. ഇപ്പൊ കോമഡി പരിപാടികൾ ചാനലിൽ ഏറ്റവും കൂടുതൽ കാര്യം എന്താ അറിയോ, നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട് കോമഡി പറയുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ അവസരം കിട്ടുന്നത് ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോയും അല്ലെങ്കിൽ ചിരി പരിപാടികളൊക്കെ വരുമ്പോഴാണ്. അല്ലെങ്കിൽ അവര് വേറെ സ്റ്റേജ് കളിച്ച് നടക്കേണ്ടവരല്ലേ, പക്ഷെ അവർക്ക് എന്തുമാത്രം ഫാൻസ് ആണ്, എന്തുമാത്രം ലൈക്കുകളാണ്. അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കാരണം ഒരാൾ ഒരു വീഡിയോയിലൂടെ ചിരിച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്ത് വേണം? GST ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ, സിമ്പിൾ ആയിട്ടങ്ങ് ചിരിക്കാൻ. അതെ, കുറെ സബ്ജക്ട് ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഒരു എപ്പിസോഡ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ വൈൻഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നേക്കാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് ഇപ്പൊ സിനിമയുടെ നമ്മൾ ഡബ് ചെയ്തത് കേട്ടു, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി. ഓക്കെ, അതിൽ ഫസ്റ്റ് സീൻ, അതായത് റോപ്പിൽ ഇറങ്ങുന്ന സീനില്ലേ ഋഷഭ് സാർ, അപ്പൊ അതില് ഏറ്റവും അതെ ഏറ്റവും റോപ്പിൽ ഇറങ്ങുന്ന ഒരു ഇൻട്രോ സീനിലെ ഡയലോഗാണ് അത്. അത് ഞാൻ ട്രെയിലറിലുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ കുഴപ്പമില്ല പറയാം. അതിങ്ങനെയായിരുന്നു, എത്താൻ അല്പം വൈകിയെന്ന് തോന്നുന്നു അല്ലേ, ഇങ്ങനെയായിരുന്നു. അതിനുശേഷം കെട്ടിയിട്ടടിക്കുന്ന ഒരു സീനിൽ പറയുന്നുണ്ട്, ഞങ്ങളെ കാണാൻ നിങ്ങൾ വന്നില്ലേ, അപ്പൊ നിങ്ങളെ കാണാൻ ഞങ്ങൾക്കും വന്നൂടെ എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. പിന്നെ ഹൈപ്പിച്ചൊരു ഡയലോഗ് ഉണ്ട്, അതായത് ഇനി മുതൽ വെള്ളമെടുപ്പിന്റെ 3ാമത്തെ പങ്ക് അതിർത്തിയിൽ വെക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. പിന്നെ മറ്റേ വേറൊരു ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞ ഡയലോഗില്ലേ, അതിങ്ങനെയായിരുന്നു, ഞങ്ങളുടെ ആളുകളെ തുറങ്കലടച്ച് അവരുടെ രക്തം കൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പിടുത്ത് ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഖജനാവ് നിറച്ചിട്ട് ഇപ്പൊ സമാധാനം പറയാൻ വന്നിരിക്കുന്നു. ഞാൻ സിനിമ കണ്ടുകൊണ്ട് എനിക്ക് ആ കറക്റ്റ് വിഷ്വൽസും ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നത് ഒരുപാട് ഓവർ ബേസ് കൊടുത്തിട്ടില്ല, അടുത്ത് നിന്ന് നമ്മൾ സംസാരിച്ചിട്ടില്ല. ആ കഥാപാത്രത്തിന് എന്താണോ വേണ്ടത് അത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി നിങ്ങളാണ് പറയുന്നത്. ഒത്തിരി നെഗറ്റീവ്സ് ഒന്നും വന്നിട്ടില്ല. ദൈവം സഹായിച്ച് പോസിറ്റീവ്സാണ് വന്നിരിക്കുന്നത്. 80% ഹാപ്പിയാണ്. ഹാപ്പി മീൻസ് ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും കാണാൻ പറ്റിയതിൽ സന്തോഷം. ഇനി നമ്മൾ നെക്സ്റ്റ് ടൈം കാണുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പൊ ബിഹൈൻഡ് ദ ക്യാമറ ആണല്ലോ, ഇനി കാണുമ്പോഴത്തേക്കും ഫ്രണ്ട് ഓഫ് ദ ക്യാമറ നമുക്ക് നോക്കാം. ചിത്ര, ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഓരോ യാത്രയിലും ചിലപ്പോൾ ഓരോരുത്തരും നമ്മളുടെ കൂടെ ഉണ്ടാവും. ചിലർ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും, ചിലർ ദീർഘനാൾ കൂടെ ഉണ്ടാവും. കയറിയാലും ഇറങ്ങിയാലും നമ്മളുടെ യാത്ര തുടരണം. അതുപോലെ തന്നെയാണ് അവസരങ്ങളും. ചില സമയത്ത് അവസരങ്ങൾ വരും, നമുക്ക് കൈ എത്തിപ്പിടിക്കുന്ന തൊട്ടടുത്ത് ദൈവം കൊണ്ടുതരും, പക്ഷെ നമുക്ക് പിടിക്കാൻ പറ്റില്ല, നമുക്ക് മിസ്സാവും. പിന്നെയും നമ്മൾ യാത്ര തുടരും, അപ്പോൾ ഒരു അവസരം വരും. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൻ്റെ ഒരു അവസരം ഇട്ട് തരും. ആ അവസരത്തിൽ കയറി പിടിക്കുക, എന്തെങ്കിലും ജീവിതം മാറി മറിയും. അതിന് വേണ്ടത് പ്രതീക്ഷയും കഠിനാധ്വാനവും അർപ്പണബോധവുമാണ്. അതായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല. ആൽക്കമിസ്റ്റിലെ പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി വരെ നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ നിൽക്കട്ടെ. എല്ലാവരും ഇതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലെ ആഗ്രഹങ്ങളെ മാറ്റി വെക്കാതിരിക്കുക. അത് ഏതെങ്കിലും ഒരു കോണിൽ മനസ്സിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കുഴിച്ചിട്ടോ എന്തെങ്കിലും നടക്കും, നടക്കട്ടെ. താങ്ക് യു സോ മച്ച്.